നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വെള്ളക്കരം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വാട്ടർ കണക്ഷൻ ചാർജ് മാസത്തവണകളായി അടച്ചു തീർക്കാവുന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുമെന്നും മന്ത്രി. ബിജെപിയെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ച് ശശി തരൂർ എം പി. ബിജെപിയുടെയും ആർഎസ്എസിന്റെയും ഹിന്ദുമത വിശ്വാസമല്ല കോൺഗ്രസിന്റേതെന്നും ശശി തരൂർ. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊലക്കേസ് പ്രതി ജയിൽ ചാടി. ജീവപര്യന്തം തടവുകാരനായ രഞ്ജനാണ് ജയിൽ ചാടിയത്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനം പരിപാടികൾക്ക് ജൂലൈയിൽ തുടക്കമായി. മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എത്താതിരുന്നത് വിമർശനത്തിനിടയാക്കി. ദേശീയപാത മന്ദലാംകുന്നിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ മിനി വാൻ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. മുണ്ടൂരിൽ കെഎസ്ആർടിസി ബസ് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി 30ഓളം പേർക്ക് പരിക്ക്. സംസ്ഥാനത്തെ വെള്ളക്കരം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഉപഭോക്താക്കൾക്ക് ഫലപ്രദമായ പുതിയ പാക്കേജുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി. തൃശൂർ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന ജലശുദ്ധീകരണശാലയുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2000-ലേറെ കോടി രൂപയുടെ നഷ്ടമാണ് കേരള വാട്ടർ അതോറിറ്റിക്ക് ഇപ്പോഴുള്ളത്. ഇതിനെ മറികടക്കേണ്ടതുണ്ട്. നിലവിൽ 1 ലിറ്റർ വെള്ളത്തിന് കേവലം 0.02 പൈസയാണ് അതോറിറ്റി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്നത്. 0.02 പൈസയാണ് 1 ലിറ്ററിന്റെ വെള്ളത്തിന്റെ വില. അതിന്റെ ചെലവോ വലിയ രീതിയിലുള്ള ചെലവ്. അപ്പോൾ ഇതൊന്ന് മനസ്സ് വെച്ച് ലേശം കൂട്ടിയാൽ നമുക്ക് കിട്ടാത്ത മറ്റുള്ള ആളുകൾക്ക്, നമ്മുടെ സഹോദരന്മാർക്കും കൂടി വെള്ളം കൊടുക്കാൻ ഒരു പ്രയാസമുണ്ടായി. ഒരു ത്യാഗം ചെറുതായിട്ട് എല്ലാവരും സഹിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. സംസ്ഥാനത്തെ 40% പേർക്ക് മാത്രമാണിപ്പോൾ ശുദ്ധജലം ലഭ്യമാകുന്നത്. ഈ സ്ഥിതിക്ക് മാറ്റമുണ്ടാകണം. ഇതിന് ഉപഭോക്താക്കളുടെ സഹകരണം അത്യാവശ്യമാണ്. ഉപഭോക്താക്കൾക്ക് ഗുണകരമായ വിവിധ പാക്കേജുകൾ കൊണ്ടുവരാനും വകുപ്പ് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. കോർപ്പറേഷൻ 13 മാസം കൊണ്ട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ജലശുദ്ധീകരണശാല സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നഗരസഭാ പരിധിയിലെ കുടിവെള്ള വിതരണ ശൃംഖലയുടെ മേഖല തിരിച്ചുള്ള പൈപ്പിടൽ, മാപ്പിംഗ്, ഫ്ലോട്ടിംഗ് ഇൻടേക്ക് സ്ട്രക്ചർ എന്നിവയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി അഡ്വക്കേറ്റ് വി.എസ്. സുനിൽകുമാർ ചടങ്ങിൽ നിർവഹിച്ചു. സ്ഥലമേറ്റെടുപ്പ് വൈകിയതിനാലാണ് കരുവന്നൂർ പുഴയിൽ നിന്നുള്ള ജലവിതരണ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാൻ കഴിയാതിരുന്നതിന് കാരണം. എന്നാൽ വല്ലച്ചിറയിൽ സ്ഥലം ലഭ്യമായതോടെ നടപടികൾ പൂർത്തീകരിച്ച് ടാങ്ക് നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആദ്യം അംഗീകരിക്കപ്പെട്ട പദ്ധതി നമ്മുടെ തൃശ്ശൂരിന്റെ പദ്ധതിയാണ്. 127 കോടി രൂപ പദ്ധതിക്ക് അംഗീകാരം കിട്ടി. അതിന് ഏറ്റവും വലിയ പ്രശ്നം നിൽക്കുന്നത് നമുക്ക് സ്ഥലം കിട്ടിയില്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് ഒരു സ്ഥലം ഇപ്പോൾ വല്ലച്ചിറയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അത് അക്വയർ ചെയ്യാൻ വേണ്ടി നടപടികൾ ഇപ്പോൾ കളക്ടർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അരനാട്ടുകര ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന ചടങ്ങിൽ മേയർ അജിത വിജയൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ML റോസി, മുൻ മേയർ അജിത ജയരാജൻ, DPC അംഗം വർഗീസ് കണ്ണംകുളത്തി തുടങ്ങിയവർ പങ്കെടുത്തു. 200 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ജലശുദ്ധീകരണശാലയാണ് കോർപ്പറേഷൻ നിർമ്മിക്കുന്നത്. 2050ഓടെ ജലവിതരണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള വാട്ടർ അതോറിറ്റി, അമൃത് പദ്ധതി എന്നിവയുടെ സഹകരണത്തോടെ മൊത്തം 47.30 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് കോർപ്പറേഷൻ ഇതോടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. TCV തൃശൂർ. വാട്ടർ കണക്ഷൻ ചാർജ് മാസത്തവണകളായി അടച്ചു തീർക്കാവുന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുമെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തുക ഒന്നിച്ചടയ്ക്കാൻ സാധിക്കാത്തതിനാൽ ജനങ്ങൾ കുടിവെള്ളക്ഷാമം നേരിടുന്ന അവസ്ഥ ഒഴിവാക്കാനാണിത്. ഇത്തരം സാഹചര്യത്തിൽ വാട്ടർ അതോറിറ്റി അപേക്ഷകർക്ക് കണക്ഷൻ നൽകുകയും തവണകളായി അത് പിരിച്ചെടുക്കുകയും വേണം. പഞ്ചായത്തും ജനപ്രതിനിധികളും ഇതിനുവേണ്ട സഹായം ജനങ്ങൾക്ക് നൽകണമെന്നും മന്ത്രി പറഞ്ഞു. പടിയൂർ പഞ്ചായത്തിൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ള വിതരണ ശൃംഖലയുടെയും ജലസംഭരണിയുടെയും ഉദ്ഘാടനം എടത്തിരിഞ്ഞി ജംഗ്ഷനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പടിയൂർ വൈസ് പ്രസിഡന്റ് സുധാ വിശ്വംഭരൻ, MLA പ്രൊഫസർ KU അരുണൻ, CN ജയദേവൻ MP, കേരള വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ P ഗിരീശൻ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK ഉദയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ബിജെപിയെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ച് ശശി തരൂർ MP. നാളെയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പാർട്ടിയേയുള്ളൂ, അത് കോൺഗ്രസ് ആണെന്നും ശശി തരൂർ MP. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഇന്ത്യൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മോദി സർക്കാർ ഗാന്ധിജിയുടെ ആദർശങ്ങളും മൂല്യങ്ങളും തകർത്തു കഴിഞ്ഞു. ഇപ്പോൾ കണ്ണട മാത്രമേ ബാക്കിയുള്ളൂ. ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്ന തിരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഭാരതത്തിന്റെ മുഖചിത്രം മാറ്റാനുള്ള BJPയുടെ ശ്രമത്തെ തടുക്കണമെന്നും ശശി തരൂർ പറഞ്ഞു.
ഈ മഹാത്മാഗാന്ധി ഒരു ഗുജറാത്തിയാണ്, ലോകം അദ്ദേഹത്തിന് നല്ലപോലെ വിലവെക്കുന്നു. അതുകൊണ്ട് ഞാനും ആ മാർക്കറ്റിംഗ് അഡ്വാൻറ്റേജിനെ കളയണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഗാന്ധിജിയുടെ കണ്ണട സ്വച്ഛ് ഭാരതിന്റെ ഒരു ലോഗോയാക്കി ഇറക്കി. ഗാന്ധിജിയുടെ ജീവിതം, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ എല്ലാം മറന്നു. കണ്ണട മാത്രമേ ബാക്കിയുള്ളൂ ഈ മൂല്യത്തിൽ. ഇത് നമ്മളുടെ ഭാരതത്തിന്റെ ആത്മാവിനെ സംരക്ഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ ഭരണഘടന മാറ്റി ഭാരതത്തിന്റെ മുഖചരിത്രം മാറ്റാനുള്ള ശ്രമത്തിനെ നമ്മൾ തടുക്കണം, നിർത്തണം. ഇതാണ് നമ്മളുടെ കടമ. BJPയുടെയും RSSന്റെയും ഹിന്ദുമത വിശ്വാസമല്ല കോൺഗ്രസിന്റേത്. കോൺഗ്രസ് പാർട്ടിക്ക് മതവിശ്വാസത്തിന് ഒരു കുറവുമില്ല. തങ്ങളുടെ വിശ്വാസം വേറെ ആരെയും അടിച്ചേൽപ്പിക്കുന്നതും അപമാനിക്കാനുള്ളതുമല്ല. CPMന് 19ാം നൂറ്റാണ്ടിലെ ഐഡിയോളജിയാണ് ഉള്ളതെന്നും ഓരോ യാഥാർത്ഥ്യവും പഠിക്കാൻ CPMന് 5-10 വർഷം വേണമെന്നും ശശി തരൂർ MP പറഞ്ഞു. DCC ഓഫീസിൽ നടന്ന ചടങ്ങിൽ DCC പ്രസിഡന്റ് TN പ്രതാപൻ അധ്യക്ഷനായിരുന്നു. ഇന്ത്യൻ സ്കൂൾ ഓഫ് പൊളിറ്റിക്സ് ഡയറക്ടർമാരായ ബാലചന്ദ്രൻ വടക്കേടത്ത്, ഡോക്ടർ PV കൃഷ്ണൻ നായർ, കോർഡിനേറ്റർ CC ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. വിയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊലക്കേസ് പ്രതി തടവ് ചാടി. എറണാകുളം സ്വദേശി മോളക്കുടി വീട്ടിൽ രഞ്ജനാണ് ജയിൽ ചാടിയ വ്യക്തി. ജീവപര്യന്തം തടവുകാരനായ പ്രതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് ജയിൽ അധികൃതരുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെട്ടത്. ജയിൽ വളപ്പിനുള്ളിൽ പുറംപണിക്ക് ഇറക്കിയ സമയത്തായിരുന്നു പ്രതി മുങ്ങിയത്. സ്ത്രീയെ കൊന്ന കേസിൽ 2005 മുതലാണ് രഞ്ജൻ വിയ്യൂർ ജയിലിലെ റിമാൻഡ് തടവുകാരനായത്. പ്രതിക്ക് വേണ്ടി പോലീസും ജയിൽ അധികൃതരും അന്വേഷണം ആരംഭിച്ചു. വിയ്യൂർ പോലീസ് കേസെടുത്തു. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിന പരിപാടികളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ജനകീയ പരിപാടികൾ സംഘടിപ്പിക്കാൻ മന്ത്രിതല യോഗത്തിൽ തീരുമാനം. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും സന്ദേശങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്ന തരത്തിൽ പരിപാടികൾ സംഘടിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു. ജനപ്രതിനിധികൾ പലരും യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിലുള്ള അതൃപ്തി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ യോഗത്തിൽ അറിയിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 1000 ദിന പരിപാടിയിൽ ജില്ലയിൽ ഫെബ്രുവരി 20-ാം തീയതി മുതൽ 27-ാം തീയതി വരെ തേക്കിൻകാട് മൈതാനത്ത് നടക്കും. 20-ന് വൈകിട്ട് 1000 ദിന പരിപാടിയുടെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് ഘോഷയാത്ര സംഘടിപ്പിക്കും. MLA-മാരായ UR പ്രദീപ്, ഗീതാഗോപി, KV അബ്ദുൽ ഖാദർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ, ADM ലതിക എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ദേശീയപാത 17-ൽ മന്ദലാംകുന്ന് നിയന്ത്രണം വിട്ട ടെമ്പോ വാൻ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിലിടിച്ച് വീട്ടമ്മ മരിച്ചു. തിരുവത്ര പുത്തൻകടപ്പുറം ഹിള്ളർ പള്ളിക്ക് സമീപം കരിമ്പി ഹസൈനാർ ഭാര്യ 53 വയസ്സുള്ള സുഹറയാണ് മരിച്ചത്. ബന്ധുവിന്റെ വീട്ടിൽ പോവുകയായിരുന്ന ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന്റെ പുറകിൽ നിയന്ത്രണം വിട്ടുവന്ന ടെമ്പോ വാൻ ഇടിക്കുകയായിരുന്നു. സാരമായി പരിക്കേറ്റ ഹസൈനാർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മുണ്ടൂരിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ കണ്ടക്ടർ ഉൾപ്പെടെ 30ഓളം പേർക്ക് പരിക്കേറ്റു. കോഴിക്കോട് നിന്ന് മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ബസ് വ്യാപാര സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. കണ്ടക്ടർക്കും ഒരു യാത്രക്കാരനും സാരമായി പരിക്കേറ്റു. നിരവധി യാത്രക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. മുണ്ടൂർ വെട്ടിക്കാവ് വിഷ്ണു ശിവക്ഷേത്രത്തിന് എതിർവശത്തുള്ള കെട്ടിടത്തിലേക്കാണ് ബസ് ഇടിച്ചുകയറിയത്. നാട്ടുകാരും പോലീസും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ആര്യമ്പാടത്ത് ബൈക്ക് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോർമറിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാർക്ക് പരിക്കേറ്റു. ഒരാളുടെ നില ഗുരുതരം. പാത്രമംഗലം സ്വദേശി വടക്കൂട്ട് വീട്ടിൽ പ്രജിത്ത്, മൂർക്കനാട് സ്വദേശി ജിതേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച പ്രജിത്തിന്റെ നില അതീവ ഗുരുതരമാണ്. അപകടത്തിൽ ബൈക്ക് തകർന്നു. മടങ്ങിയെത്താം ഇടവേള കഴിഞ്ഞ്. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര.
കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകളിലേക്ക്. തളിക്കുളം പത്താംകല്ലിൽ ജീപ്പും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ പിതാവിനും മകനും പരിക്കേറ്റു. പാവറട്ടി വേമ്പനാട് മരുതിയൂർ സ്വദേശി നാലകത്ത് കീരിയിൽ വീട്ടിൽ ഉമ്മർ, മകൻ ഫാസിർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പത്താംകല്ല് സെന്ററിലായിരുന്നു അപകടം. വാടാനപ്പള്ളി ഭാഗത്തു നിന്നെത്തിയ സ്കൂട്ടർ പത്താംകല്ല് ബീച്ച് റോഡിലേക്ക് തിരിയുന്നതിനിടെ നാട്ടിക ഭാഗത്തു നിന്നെത്തിയ ജീപ്പിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ സ്കൂട്ടർ യാത്രികൻ ഫാസിറിന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ഇരുവരെയും വാടാനപ്പള്ളി ആക്സ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ അർബൻ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന്റെ ഔദ്യോഗിക പാനലിലെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കെപിസിസി ജനറൽ സെക്രട്ടറിയും മുൻ എംഎൽഎയുമായ വി ബാലറാം, ബാങ്ക് മുൻ ചെയർമാൻമാരായ വി വേണുഗോപാൽ, പി യതീന്ദ്രദാസ്, വൈസ് ചെയർമാൻ ആന്റോ തോമസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള 15-അംഗ പാനലാണ് വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. കോൺഗ്രസിൽ നിന്ന് ഇടഞ്ഞു നിൽക്കുന്നവരും ഇടതുപക്ഷവും നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയെ പരാജയപ്പെടുത്തിയാണ് യുഡിഎഫ് ഭരണം നിലനിർത്തിയത്. 4777 വോട്ടാണ് ആകെ രേഖപ്പെടുത്തിയത്. ഇതിൽ 2500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് യുഡിഎഫ് നേടിയത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കനത്ത പോലീസ് സുരക്ഷയോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. സമയപരിധി നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവസാന സമയം കഴിഞ്ഞിട്ടും വരിയിൽ നിൽക്കുന്ന മുഴുവൻ ആളുകൾക്കും ടോക്കൺ നൽകിയാണ് വോട്ട് ചെയ്യിപ്പിച്ചത്. ഗുരുവായൂർ ടെമ്പിൾ, പേരാമംഗലം സിഐമാരുടെ നേതൃത്വത്തിൽ 100ഓളം പോലീസുകാരാണ് സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്നത്. തിരുവത്ര അത്താണി ഗ്രാമക്കുളം ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആന വിരണ്ടോടി. ആർക്കും പരിക്കില്ല. കഥന പൊട്ടുന്ന ശബ്ദം കേട്ട് ആന വിരണ്ടോടുകയായിരുന്നുവെന്ന് പാപ്പാന്മാർ പറഞ്ഞു. വിരണ്ട ആന ദേശീയപാത മുറിച്ചുകടന്ന് അത്താണി കിഴക്കുപാടത്ത് നിലയുറപ്പിക്കുകയായിരുന്നു. മണിക്കൂറുകൾക്കകം പാപ്പാന്മാർ ആനയെ തളച്ചു. കുന്നുകുളം വിജയകൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞോടിയത്. ആനപ്പുറത്തുണ്ടായിരുന്ന 3 പേർ ചാടി രക്ഷപ്പെട്ടു. ചാവക്കാട് എസ്ഐ കെ ജെ ജയപ്രദീപ്, എഎസ്ഐ അനിൽ മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. എഴുത്തുകാരെ താരവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പറഞ്ഞു. എഴുത്തരങ്ങ് സാംസ്കാരികോത്സവത്തോടനുബന്ധിച്ച് സാഹിത്യ അക്കാദമിയിൽ നടന്ന പുസ്തക പ്രകാശനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈശാഖൻ. നല്ല കഥകളും കവിതകളും എഴുതുന്നവർ തമസ്കരിക്കപ്പെടുകയാണെന്നും ഈ കാലത്ത് സ്ത്രീകൾ കൂടുതൽ എഴുതുന്നു എന്നത് സ്വാഗതാർഹമാണെന്നും വൈശാഖൻ പറഞ്ഞു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സന റബ്സിന്റെ സ്വരാക്ഷരങ്ങൾ എന്ന കഥാസമാഹാരം ഡോക്ടർ എസ് രാജശേഖരന് നൽകി വൈശാഖൻ പ്രകാശനം ചെയ്തു. അഡ്വക്കേറ്റ് രാജി പി ജോയ്, പി എം ദീപ, റജീന, ഗ്രന്ഥകാരി സന റബ്സ് തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ദേശീയ പുസ്തകോത്സവ വേദിയിൽ തയ്യാറാക്കിയ പ്രളയാക്ഷരങ്ങൾ എന്ന പുസ്തകത്തിന്റെ വിൽപ്പന കൌണ്ടർ പ്രവർത്തനം ആരംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കൌണ്ടർ ഉദ്ഘാടനം ചെയ്തു. നാളേക്കുള്ള അക്ഷരങ്ങളുടെ പ്രതിരോധമാണ് ഈ പുസ്തകത്തിലൂടെ സമൂഹം ലക്ഷ്യം വെക്കേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പുസ്തകത്തിന്റെ ആദ്യ വിൽപ്പനയും അദ്ദേഹം നിർവഹിച്ചു. ജില്ലാ രജിസ്ട്രാർ ഒ എ സതീഷ് ആദ്യ പുസ്തകം മന്ത്രിയിൽ നിന്ന് ഏറ്റുവാങ്ങി. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ, സെക്രട്ടറി ഡോക്ടർ കെ പി മോഹനൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രളയാനന്തര കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായുള്ള ധനസമാഹരണാർത്ഥം കേരള സാഹിത്യ അക്കാദമിയാണ് പ്രളയാക്ഷരങ്ങൾ എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കരാർ പ്രകാരമുള്ള വെള്ളം പറമ്പിക്കുളം ഡാമിൽ നിന്നും കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചാലക്കുടി പുഴയിലെ മേലൂർ കുന്നപ്പള്ളിയിൽ നിർമ്മിച്ച തട്ടുപാറ തടയണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നേരത്തെ തോന്നുമ്പോഴാണ് കേരളത്തിലേക്ക് വെള്ളം വിട്ടിരുന്നത്. എന്നാൽ നിരന്തര പരിശ്രമത്തിന്റെ ഫലമായാണ് ചോദിക്കുമ്പോൾ വെള്ളം കിട്ടുന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ലിഫ്റ്റ് ഇറിഗേഷൻ സംവിധാനത്തെ ജലനിധിയുടെ മാതൃകയിൽ രൂപപ്പെടുത്തുവാൻ ആലോചനയുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ബി ഡി ദേവസ്വം എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി നഗരസഭ വൈസ് ചെയർമാൻ വിൽസൺ പാണാട്ടുപറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ഷീജു, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി പി ബാബു, ജനീഷ് പി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. 100 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയുമുള്ള തട്ടുപാറ തടയണയുടെ ഉയരം 2 മീറ്ററാണ്. കാർഷിക വിളകളുടെ കേന്ദ്രമായ കുന്നപ്പള്ളി, അടിച്ചിലി, കാഞ്ഞിരപ്പള്ളി, ചന്ദനക്കുന്ന് തുടങ്ങിയ പ്രദേശങ്ങളിലായിരിക്കും തട്ടുപാറ തടയണയുടെ പ്രയോജനം കൂടുതലായി ലഭിക്കുക. മലക്കപ്പാറയിൽ കാണാതായ ആദിവാസി സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. പുലി പിടിച്ചതാണെന്ന് നിഗമനം. അരേക്കാപ്പ് കോളനിയിലെ 85 വയസ്സുള്ള ലക്ഷ്മിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ജനുവരി 28 മുതലാണ് ഇവരെ കാണാതായത്. കോളനിയിൽ നിന്നും 2 കിലോമീറ്റർ അകലെ പാറയിടുക്കിൽ കാണപ്പെട്ട മൃതദേഹം അഴുകിയ നിലയിലാണ്. ശനിയാഴ്ചയാണ് ഇവരെ കാണാനില്ലെന്ന് ബന്ധുക്കൾ മലക്കപ്പാറ പോലീസിൽ പരാതി നൽകിയത്. മറ്റൊരു ഇടവേള.
നിങ്ങളിലെ രാജകുമാരിക്ക് The Rajamukhi Collection by Jose Alucas. പ്രളയാനന്തര കേരളത്തെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ബജറ്റാണ് കേരളത്തിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ വാതക ശ്മശാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രളയാനന്തര പുനർനിർമ്മാണത്തിന് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തുന്നത്. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനാവിഷ്കൃത ഫണ്ടും പഞ്ചായത്ത് പദ്ധതി വിഹിതവും ഉപയോഗിച്ച് എലവത്തൂരിലാണ് വാതക ശ്മശാനം നിർമ്മിച്ചിരിക്കുന്നത്. മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. 43 ലക്ഷം രൂപ ചെലവിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. എലവത്തൂരിൽ ശ്മശാനം പ്രവർത്തനം ആരംഭിച്ചതോടെ തോളൂർ പാവറട്ടി മേഖലയിലെ ജനങ്ങൾക്കും ഇത് ഉപകാരപ്രദമാകും. പഞ്ചായത്ത് നിവാസികൾക്ക് സംസ്കരിക്കാൻ 2500 രൂപയും മറ്റു പഞ്ചായത്തിലുള്ളവർക്ക് 3000 രൂപയുമാണ് ചിലവ് വരുന്നത്. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ, മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിന്നി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാർഷിക ഔഷധവിളകൾ കണ്ടെത്തി സംരക്ഷിക്കുകയാണ് ഗോപാലകൃഷ്ണൻ എന്ന ഗോപു കൊടുങ്ങല്ലൂർ. 300-ലധികം വിളകളാണ് ഈ കർഷകന്റെ ശേഖരത്തിലുള്ളത്. BSNL ജീവനക്കാരനായിരുന്ന ഗോപു വിരമിച്ച ശേഷമാണ് കാർഷിക മേഖലയ്ക്ക് ജീവിതം മാറ്റിവെച്ചത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 300-ലധികം വിളകളാണ് ഗോപു സ്വന്തമാക്കിയത്. ചുവന്ന കറ്റാർവാഴ, നെയ്ക്കുമ്പളം, ചെറുകടച്ച ഓടപ്പഴം, മരമുരിങ്ങ, കുറുക്കൻപഴം, മുള്ളാത്ത, ചതുരമുല്ല, സോമലത, ആകാശവെള്ളരി, സുമോ കപ്പ, സുമോ കൂർക്ക, ആനവള്ളി, മരവുരി എന്നിങ്ങനെ അപൂർവങ്ങളായ ഒട്ടനവധി ഇനങ്ങൾ ഗോപുവിന്റെ ശേഖരത്തിൽ ഉണ്ട്. വന്ന് കയറിയതിന് ശേഷം 4 പ്രാവശ്യം വിദേശത്ത് പോയി, ഖത്തർ വരെ പോയി. ഇനിയിപ്പോൾ അടുത്ത തവണ ഒരു പ്രാവശ്യം കൂടി പോകാൻ പോണ്. 30ഓളം ഇനം വിത്തുകൾ എൻ്റെ ഉണ്ട്. ഞാൻ വേറെ പല കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യുന്നത്. വിത്തുകളൊക്കെ മുളയ്ക്കും, എങ്ങനെ മുളപ്പിക്കും എന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ ആയുർവേദ വൈദ്യന്മാർ കാണാത്ത ചെടികൾ മുതൽ നമ്മളിവിടെ വളർത്തുന്നുണ്ട്. അവരുടെ ക്യാമ്പുകളൊക്കെ ഇവിടെ വെച്ച് നടത്താറുണ്ട്. ആയിരക്കണക്കിന് വിത്തുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള വിത്ത് ബാങ്കിനുടമയാണ് ഗോപു. ആവശ്യക്കാർക്ക് വിത്തും തൈകളും നൽകുന്ന ഈ കർഷകൻ കേരളത്തിനകത്തും പുറത്തും ജൈവകൃഷിയെക്കുറിച്ച് ക്ലാസുകൾ നടത്തിവരുന്നുണ്ട്. വിനോദമെന്ന നിലയിൽ തുടങ്ങിയ ജൈവകൃഷി ഗോപാലകൃഷ്ണന് ഇന്ന് ജീവിതക്രമമാണ്. ആയുർവേദ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന അപൂർവങ്ങളായ ഔഷധ ചെടികൾ ഗോപാലകൃഷ്ണന്റെ പുരയിടത്തിലുണ്ട്. ഏതിനത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും ഗോപാലകൃഷ്ണന്റെ പക്കൽ മറുപടിയുണ്ട്. കൊടുങ്ങല്ലൂർ ലോകമലേശ്വരത്തെ വീടായ ഉഷസ് ഇപ്പോൾ ജൈവവൈവിധ്യ ഉദ്യാനമാണ്. വരും തലമുറയ്ക്ക് പഠിക്കാൻ ഇവിടെ പ്രകൃതി പാഠപുസ്തകം തുറന്നു വെച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. ചന്ദ്രാപനി ചിറക്കൽ പള്ളിക്ക് സമീപം മധ്യവയസ്കനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കളച്ചൻ രാമൻ മകൻ 48 വയസ്സുള്ള സന്തോഷിനെയാണ് വീട്ടുമുറ്റത്ത് മരിച്ച നിലയിൽ കണ്ടത്. മുഖത്ത് മുറിവേറ്റിട്ടുണ്ട്. വീട്ടുമുറ്റത്ത് നിന്നും വലിച്ചിഴച്ച പാടുണ്ട്. മുറ്റത്ത് കൂട്ടിയിട്ട മണലിൽ നിന്ന് കത്തിയും മുണ്ടും ചെരുപ്പും കണ്ടെത്തി. സന്തോഷും അച്ഛൻ രാമനുമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. സന്തോഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ്. കൈപ്പമംഗലം SI KJ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനിടെ 3 വയസ്സുകാരിയുടെ മാല കവരാൻ ശ്രമിച്ച തമിഴ് യുവതി അറസ്റ്റിലായി. മധുര സ്വദേശിനി മഞ്ജുവാണ് അറസ്റ്റിലായത്. എറണാകുളം ചെറായി സ്വദേശി രാജ്കുമാറിന്റെ ചെറുമകൾ ആദിത്യയുടെ 1.5 പവന്റെ മാലയാണ് കവരാൻ ശ്രമിച്ചത്. വഴിപാടിനുള്ള പണം കൗണ്ടറിൽ അടയ്ക്കുന്നതിനിടെയായിരുന്നു കുട്ടിയുടെ മാല കവരാൻ ശ്രമം നടന്നത്. നട്ടെല്ല് തകർന്ന മകനുമായി ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന അമ്മയ്ക്ക് സുമനസ്സുകളുടെ സഹായത്താൽ ആറാട്ടുപുഴയിൽ വീടൊരുങ്ങുന്നു. ആറാട്ടുപുഴ പഴം പച്ചക്കറി സംസ്കരണ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന സുരേഷിനും അമ്മയ്ക്കും സ്വർണ്ണ വ്യാപാരിയും കുരിയച്ചിറ സ്വദേശിയുമായ അജയനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടും സ്ഥലവും ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സുരേഷിന്റെ അമ്മ തങ്ക പറയുന്നു. ആറാട്ടുപുഴ ക്യാമ്പിൽ വന്ന് കിടന്നിട്ട് ഇപ്പം ഞങ്ങൾക്കൊരു വീട് തരാന്ന് പറഞ്ഞ് തന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം. 7 വർഷം മുമ്പുണ്ടായ ഒരു വാഹനാപകടത്തിലാണ് സുരേഷിന്റെ നട്ടെല്ല് തകർന്ന് കിടപ്പിലായത്. അപകടത്തെ തുടർന്ന് ചികിത്സയുടെ ആവശ്യത്തിനായി ഇവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിൽക്കേണ്ടി വന്നു. തുടർന്ന് ഇവർ വാടക വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. പ്രളയത്തെ തുടർന്ന് ഇവർ താമസിച്ചിരുന്ന വാടക വീടും നഷ്ടപ്പെടുകയായിരുന്നു. ക്യാമ്പ് അവസാനിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടു പോകണമെന്ന ലക്ഷ്യമില്ലാതെ കഴിഞ്ഞിരുന്ന ഇവരുടെ ദുരിത ജീവിതത്തെക്കുറിച്ച് TCV വാർത്ത നൽകിയിരുന്നു. ഭൂമിക്ക് അഡ്വാൻസ് കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഈ അജേട്ടൻ തന്നെയായിട്ട് ബാലൻസുള്ള പൈസ കൊടുത്ത് തീർന്നു നടത്തി തന്നു. അതിന് ശേഷം ഇപ്പോൾ വീട് വിഷുവിന് മുന്നേ വീട് പണിത് തരാന്നുള്ള ലെവലിൽ ഇപ്പോൾ വീട് പണിക്ക് തറക്കല്ലിട്ടു. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി C രവീന്ദ്രനാഥ് നിർവഹിച്ചു. വലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്,
ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ലോഹിതാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു. TCV ചേർപ്പ്. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. പ്രളയം കവർന്ന വീടിന്റെ സ്ഥാനത്ത് കടൽ കടന്നെത്തിയ സുമനസ്സുകളുടെ സഹായത്താൽ ശാന്തയ്ക്ക് വീടൊരുങ്ങുന്നു. ചാലക്കുടിപ്പുഴ ഗതിമാറിയൊഴുകിയെത്തിയപ്പോൾ കൊടവത്തുകുന്നിൽ തെക്കുംപുറം വേലുക്കുട്ടി ഭാര്യ ശാന്തയുടെ വീട് പൂർണ്ണമായി ഒലിച്ചുപോയിരുന്നു. വൈൻതോടിന്റെ വശത്തായിരുന്നു ശാന്തയുടെ വീട് ഉണ്ടായിരുന്നത്. എന്നാൽ സ്ഥലത്തിന്റെ രേഖകളുടെ കാര്യത്തിൽ അവ്യക്തത ഉണ്ടായിരുന്നതിനാൽ മറ്റൊരു വീടിന് നിയമതടസ്സത്തിലായിരുന്നു. ഇതറിഞ്ഞ പൊതുപ്രവർത്തകനായ വിനോദ് വിധേയത്തിലും സുഹൃത്തുക്കളും ചേർന്നാണ് ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. പട്ടയത്തിന്റെ കാര്യത്തിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ വൈകാതെ പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയും. ശാന്തയുടെ ദുരിതാവസ്ഥ അറിഞ്ഞാണ് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള മലയാളികൾ സഹായവുമായി എത്തിയത്. ഇൻഡോ സ്വിസ് സ്പോർട്സ് ക്ലബ്ബും ലൈറ്റ് ഇൻ ലൈഫ് കൂട്ടായ്മയും ചേർന്നാണ് ശാന്തയ്ക്ക് വീട് നിർമ്മിച്ചു നൽകുന്നത്. 2 കിടപ്പുമുറികളും ഹാളും അടുക്കളയും അടങ്ങുന്ന 510 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് അടുത്ത മഴക്കാലത്തിനു മുൻപായി നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. വർഗീസ് ഏടാട്ടുകാരൻ, സെബി പഴയാറ്റിൽ, ജിമ്മി ശാസ്താംകുട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. നിർമ്മാണത്തിനായി 1 ലക്ഷം രൂപ ആദ്യഘട്ടമായി ഇവർ കൈമാറി. സൊക്കോർസോ മഠത്തിലെ സിസ്റ്റർമാരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണം നടത്തുന്നത്. സ്വിസ് പള്ളി വികാരി ഫാദർ മാർട്ടിൻ പയ്യപ്പള്ളി ശിലാസ്ഥാപനം നിർവഹിച്ചു. VR സുനിൽകുമാർ MLA നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. വിവാഹവേദിയിൽ നിന്നെത്തിയ വാർഡ് മെമ്പർ TK ജിനേഷും ഭാര്യയും ചടങ്ങിൽ പങ്കെടുത്തു. TCV മാള. തൃശൂർ വിലങ്ങൻകുന്നിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ 3 ദിവസമായി നടന്നുവന്നിരുന്ന സാംസ്കാരിക പരിപാടി സമാപിച്ചു. സാംസ്കാരിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആർഭാടങ്ങളും ചെലവും കുറച്ച് ഉത്സവം 2019 എന്ന പേരിൽ നടത്തിയ പരിപാടി പൊതുജനങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കളമെഴുത്തുപാട്ട്, സർപ്പക്കളം, നാടൻപാട്ട്, ഓട്ടംതുള്ളൽ എന്നിവ അരങ്ങേറി. സമാപന ചടങ്ങിൽ കലാകാരന്മാരെ ആദരിച്ചു. വാണിജ്യം. മുണ്ടൂരിൽ കഴിഞ്ഞ 31 വർഷമായി വ്യാപാര രംഗത്ത് വിശ്വസ്തയോടെ പ്രവർത്തിച്ചുവരുന്ന പാരീസ് ഫയർവർക്സ്, പാരീസ് ചൈനീസ് ഫയർവർക്സ്, പാരീസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്നിവയുടെ സഹോദര സ്ഥാപനമായ പാരീസ് ഡ്രൈ ക്ലീനേഴ്സ് ആൻഡ് ലോണ്ടറി പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂർ പള്ളിക്ക് സമീപം ആരംഭിച്ച പാരീസ് ഡ്രൈ ക്ലീനേഴ്സ് ആൻഡ് ലോണ്ടറി ഡോക്ടർ PK ബിജു MP ഉദ്ഘാടനം ചെയ്തു. മുൻ MLA PA മാധവൻ ആദ്യ ഓർഡർ സ്വീകരിച്ചു. മുൻ MLA ബാബു എമ്പാശ്ശേരി ബദർദീപ് തെളിയിച്ചു. കൈപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് CJ ആന്റോ മെഷീൻ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന ട്രഷറർ ബിന്നി ഇമ്മട്ടി മുഖ്യപ്രഭാഷണം നടത്തി. പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK പുഷ്പാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CV കുര്യാക്കോസ്, MR സുലേഖ, മിൽട്ടൺ J തലക്കോട്ടൂർ, ഓമന രമണൻ, K കണ്ണൻ, PR ശ്രീനിവാസൻ, ഡോക്ടർ MN സുരേന്ദ്രൻ, KP ബാബു, V ഉണ്ണികൃഷ്ണൻ, സൂപ്പർ അഷ്റഫ് ബാവ, പാരീസ് ഫയർവർക്സ് ഉടമയും വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ KM ലെനിൻ, പാരീസ് ഡ്രൈ ക്ലീനേഴ്സ് ആൻഡ് ലോണ്ടറി ഉടമ ബിന്ദു ലെനിൻ, ലിബിൻ K ലെനിൻ, അബിൻ K ലെനിൻ, രാഷ്ട്രീയ, സാമൂഹിക, വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഡ്രൈ വാഷിംഗ്, സ്റ്റീം അയണിംഗ്, ഡാർണിംഗ്, വൈറ്റനിംഗ്, എക്സ്പ്രസ് ഡ്രൈ ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങളെല്ലാം ഏറ്റവും വിശ്വസ്തയോടെയും കൃത്യതയോടെയും പാരീസ് ഡ്രൈ ക്ലീനേഴ്സ് ആൻഡ് ലോണ്ടറിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഹോം ഡെലിവറി സൗകര്യവുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9656199377. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വെള്ളക്കരം വർദ്ധിപ്പിക്കുമെന്ന സൂചന നൽകി ജലവിഭവ വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. വാട്ടർ കണക്ഷൻ ചാർജ് മാസത്തവണകളായി അടച്ചു തീർക്കാവുന്ന പദ്ധതിക്ക് സർക്കാർ രൂപം നൽകുമെന്നും മന്ത്രി. BJPയെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിച്ച് ശശി തരൂർ MP. BJPയുടെയും RSSന്റെയും ഹിന്ദുമത വിശ്വാസമല്ല കോൺഗ്രസിന്റേതെന്നും ശശി തരൂർ. വിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും കൊലക്കേസ് പ്രതി ജയിൽ ചാടി. ജീവപര്യന്തം തടവുകാരനായ രഞ്ജനാണ് ജയിൽ ചാടിയത്. സംസ്ഥാന സർക്കാരിന്റെ 1000 ദിനം പരിപാടികൾക്ക് ജില്ലയിൽ തുടക്കമായി. മന്ത്രിമാരുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ എത്താതിരുന്നത് വിമർശനത്തിന് ഇടയാക്കി.
ദേശീയപാത മന്ദലാംകുന്നിൽ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ മിനി വാൻ ഇടിച്ച് വീട്ടമ്മ മരിച്ചു. മുണ്ടൂരിൽ KSRTC ബസ് നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി 30ഓളം പേർക്ക് പരിക്ക്. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് TCV ഓൺലൈൻ സന്ദർശിക്കൂ. നമസ്കാരം.